നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപ്രിയ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. നമുക്കിന്ന് ക്യാൻസർ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് മെയിനായിട്ട് ക്യാൻസർ ചികിത്സയിൽ വരുന്നത് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, അതുപോലെ മറ്റ് പലതരത്തിലുള്ള ചികിത്സാ രീതികളും ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി എന്നിവയൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ അസുഖങ്ങൾക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ വേണമെന്നില്ല. അതുപോലെ ചില അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് നമുക്ക് എല്ലാ തരത്തിലുള്ള ചികിത്സകളും ആവശ്യമായിട്ടും വേണ്ടിവരും. ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. ബ്രസ്റ്റ് ക്യാൻസറിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സർജറി ആയിരിക്കും അല്ലെങ്കിൽ ശസ്ത്രക്രിയ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ശസ്ത്രക്രിയയെ പറ്റി സംസാരിക്കാം. അത് മെയിനായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഏത് അവയവത്തിലാണ് ക്യാൻസർ വരുന്നത് അതിന് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ശസ്ത്രക്രിയകളിൽ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ ശസ്ത്രക്രിയ പോലെ ആയിരിക്കില്ല. മെയിനായിട്ട് ട്യൂമർ റിമൂവ് ചെയ്യും. അതിനോടൊപ്പം തന്നെ അതിൽ ചുറ്റും അല്ലെങ്കിൽ അതിനെ ഡ്രെയിൻ ചെയ്യുന്ന കഴലുകളെയും കൂടിയൊക്കെ നീക്കം ചെയ്തിട്ടായിരിക്കും സർജറി ഉള്ളത്. അത് കഴിഞ്ഞിട്ട് മിക്കവാറും അല്ലെങ്കിൽ ഈ ഒരു പേഷ്യൻറ്റിന് നമുക്ക് കീമോതെറാപ്പിയാണ് പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. അതിൽ നമുക്ക് കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷനായിട്ട് അല്ലെങ്കിൽ ട്രിപ്പുകളിലൂടെ നൽകുന്ന കീമോതെറാപ്പി മരുന്നുകളുണ്ട്. അതുപോലെ ഇതൊന്നും അല്ലാതെ നമുക്ക് ഗുളികകളായിട്ട് കഴിക്കുന്ന കീമോതെറാപ്പി മരുന്നുകളും ഒക്കെ ഉണ്ട്. അപ്പം ഈ കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാ പേഷ്യൻറ്റിനും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഈ പറഞ്ഞ പോലെ ഛർദിലോ അല്ലെങ്കിൽ കൗണ്ട് കുറഞ്ഞു പോവുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് ഓരോ കീമോതെറാപ്പിയും ഓരോ അസുഖത്തെയും അതുപോലെ ആ കീമോതെറാപ്പീൻ്റെ റെജിമിനെയൊക്കെ ബന്ധപ്പെടുത്തി വ്യത്യാസപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ വരുന്നത് റേഡിയേഷനാണ്. റേഡിയേഷൻ ചികിത്സ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന റേഡിയേഷൻ മെഷീനേക്കാളും നല്ല രീതിയിലുള്ള മെഷീനുകൾ വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൽ നല്ല രീതിയിൽ തന്നെ അധികം പാർശ്വവശങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളില്ലാതെ തന്നെ നമുക്ക് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ട് എടുത്തു പോകാൻ ഇപ്പം കഴിയുന്നുണ്ട്. ക്യാൻസർ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ശരീരത്തിൽ എവിടെ നിന്നെങ്കിലും ഉണ്ടാകുന്ന മുഴകൾ. ആ മുഴകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളരുന്ന മുഴകളായിരിക്കാം. ചിലപ്പോൾ വേദന ഉണ്ടാകാം, വേദന ഇല്ലാതിരിക്കാം. എന്നാലും കൂടുതലായിട്ടും നമുക്ക് കാണുന്നത് വേദന ഇല്ലാത്ത മുഴകളാണ്. അപ്പോൾ ഇങ്ങനെ മുഴകൾ മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ശരീരത്തിനുണ്ടാകുന്ന എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് നമുക്ക് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകും എവിടെന്നെങ്കിലും. നമുക്ക് ഈ പറഞ്ഞ പോലെ മലദ്വാരത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് ചുമയ്ക്കുമ്പോൾ കഫം വരുന്നു, അല്ലെങ്കിൽ നീണ്ടകാലം നിൽക്കുന്ന ചുമ, വെയിറ്റ് കുറയൽ, അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് നമുക്ക് ക്യാൻസർ രോഗ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും സംശയാസ്പദമായി പെട്ടെന്നുണ്ടാകുന്ന രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അവർ വേണ്ട വിധത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് അതിൽ ക്യാൻസർ രോഗം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ക്യാൻസർ രോഗ നിർണയത്തോടൊപ്പം തന്നെ ചികിത്സകളെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ളത് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അതായത് നമുക്ക് ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ എന്നുള്ളതാണ് സ്ക്രീനിങ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മെയിനായിട്ട് നമുക്ക് ബ്രസ്റ്റ് സ്ക്രീനിങ് പ്രോഗ്രാം, അതുപോലെ നമുക്ക് സർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം എന്നിവയൊക്കെ എല്ലാം നമുക്ക് മിക്കവാറും ഉള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആണ്. അപ്പം അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ആരംഭത്തിൽ തന്നെ ക്യാൻസർ രോഗം നിർണ്ണയിക്കാനും അതുപോലെ അതിൻ്റെ ചികിത്സ ആരംഭത്തിൽ തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.